ഇന്ത്യയുടെ സൈനിക ശക്തി കണ്ട് തുർക്കി ഭയപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് ശേഷം വലിയ തലയെടുപ്പോടെ ഇപ്പോൾ വീണ്ടും പൊങ്ങി വരുന്ന തുർക്കി ഭരണകൂടം ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നല്ലേ? തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാൻ സിംഗപ്പൂരിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ചടങ്ങിൽ ഇന്ത്യയുമായി ബന്ധമുള്ള ചില വിഷയങ്ങൾ പറയുകയുണ്ടായി. അവിടെ അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ അവരുടെ ഭയം പുറത്തു കാട്ടിയെന്ന് തന്നെ പറയാം. ഇന്ത്യയും തുർക്കിയും തമ്മിൽ നേരിട്ട് യാതൊരുവിധ അതിർത്തി തർക്കങ്ങളോ മറ്റ് ഉഭയകക്ഷി പ്രശ്നങ്ങളോ ഇല്ല എന്നും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വലിയ സാധ്യതകളുണ്ട് എന്നും പറഞ്ഞ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. പാകിസ്ഥാനുമായി തുർക്കിക്കുള്ള അടുത്ത സൗഹൃദം ഇന്ത്യയോടുള്ള ശത്രുതയായി കാണരുത് എന്ന് അദ്ദേഹം ന്യൂഡൽഹിയോട് അഭ്യർത്ഥിച്ചു. ലോകത്ത് പാകിസ്ഥാനുമായി നല്ല ബന്ധമുള്ള ഒരേ ഒരു രാജ്യം തുർക്കി അല്ല എന്നും ആ ഒരു വിഷയം കാണിച്ച് ഇന്ത്യ തുർക്കിയോട് അകലം പാലിക്കരുത് എന്നുമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഇരുന്നങ്ങ് ന്യായീകരിച്ച് അങ്ങ് മെഴുകുകയാണെന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് സാമ്പത്തിക തന്ത്രപ്രധാന മേഖലകളിൽ സഹകരിക്കാൻ തക്കവണ്ണം ഇന്ത്യയും തുർക്കിയും പക്വതയുള്ള രാജ്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഒരു കമ്പാരിസൺ കൂടി നടത്തി. അമേരിക്കയോടും റഷ്യയോടും തുർക്കിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും അവരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട് എന്നൊരു ഉദാഹരണം കൂടി അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും റഷ്യയുമായും അമേരിക്കയുമായും സഹകരിക്കുന്നത് പോലെ സഹകരിക്കാൻ തങ്ങൾ ഒരുക്കമാണ്, ഞങ്ങളെ ഒരു ശത്രുവായിട്ട് ഇന്ത്യ കാണരുത് എന്നാണ് തുർക്കി അവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് തുർക്കി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തി എന്നത് ഞാൻ വഴിയെ പറയാം. അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതിൽ പ്രധാനം ഇന്ത്യയും തുർക്കിയും തമ്മിൽ മോശമായ ചരിത്ര പശ്ചാത്തലങ്ങളോ നേരിട്ടുള്ള ശത്രുതയോ ഇല്ല. അതിനാൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ധാരാളം അനുകൂല ഘടകങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സഹകരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് തുർക്കിക്ക് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നത്? അതാണ് പ്രധാനം. കഴിഞ്ഞ കുറച്ചു കാലമായി കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ എടുത്തതും പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനെ സഹായിച്ചതും ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകളാണ് ഉണ്ടാക്കിയത്. എർദോഗൻ ഭരണകൂടം എടുത്ത പല തീരുമാനങ്ങളും ഇന്ത്യയെ ചൊടിപ്പിക്കുകയും അതിന് പ്രതികരണമെന്ന നിലയിൽ ഇന്ത്യ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതെല്ലാം മാറി മറിയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണ്. കാശ്മീർ വിഷയത്തിൽ തുർക്കി ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യ തുർക്കിയുമായിട്ടുള്ള പല കരാറുകളും വേണ്ടെന്ന് വെച്ചു. പല വ്യാപാര ചർച്ചകളും അവസാനിപ്പിച്ചു. വ്യാപാര കരാറുകൾ വേണ്ടെന്ന് വെച്ചു. തുർക്കിയുമായിട്ടുള്ള പ്രതിരോധ സഹകരണം ഒഴിവാക്കി. അങ്ങനെ ആ ഒരു ബന്ധം ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ തുർക്കിക്ക് ഒരു ആവശ്യം വന്ന സമയത്ത്, ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യയാണ് ആദ്യം സഹായമായിട്ട് എത്തിയത്. എർദോഗൻ നന്ദി പറഞ്ഞു. G20 പങ്കെടുക്കാൻ ഇന്ത്യയിൽ വന്ന എർദോഗൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യയെ സ്ഥിരാംഗമാക്കുന്നതിൽ തങ്ങൾ അനുകൂലിക്കുന്നു എന്ന് വരെ പറഞ്ഞു. എന്നാൽ പിന്നീട് വീണ്ടും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അത് സാധിക്കുമോ എന്ന് ചോദിച്ച് നീരസം മറയില്ലാതെ പുറത്തു കാണിക്കാൻ തുർക്കി തയ്യാറായി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തുർക്കിയിൽ നിന്ന് 2-3 വിമാനങ്ങളൊക്കെ വരുന്നു. ചരക്ക് വിമാനങ്ങളാണ്. അത് നിറയെ തുർക്കിയുടെ അത്യാധുനിക ഡ്രോണുകളും ആയുധങ്ങളുമാണ് ഉണ്ടായത്. ഇന്ത്യ ആക്രമിക്കുമെന്ന ഭയത്തിൽ പാകിസ്ഥാൻ തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് ഈ തുർക്കി ആയുധങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ചു. പക്ഷെ ഒരു ചെറിയ കാര്യം സംഭവിച്ചു. തുർക്കിയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ മുന്നിൽ നിഷ്പ്രഭമായി പോകുന്നതാണ് ലോകം കണ്ടത്. ഫ്രാൻസിനെ പോലും വിറപ്പിച്ച തുർക്കി ഡ്രോണുകൾ, അർമേനിയെ വിറപ്പിച്ച തുർക്കി ഡ്രോണുകൾ, മിഡിൽ ഈസ്റ്റിലെ സിറിയയിലും ഇറാഖിലും ഒക്കെ ശത്രുക്കളെ വിറപ്പിച്ച തുർക്കിയുടെ ആധുനിക ഡ്രോണുകൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ മുന്നിൽ ചാരമായി പോയി എന്നുള്ളതാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവം. തുർക്കി ഇത് വളരെ ഗൗരവത്തോടെ കണ്ടു. ഇന്ത്യയുടെ സൈനിക ശക്തി തങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ് എന്ന് തുർക്കി ആ സംഭവത്തോടെ മനസ്സിലാക്കി. എന്നാൽ പിന്നീട് അവിടം കൊണ്ട് ഇന്ത്യ നിർത്തിയില്ല. ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ പിന്നീട് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഗ്രീസുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി, സൈപ്രസുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി. അർമേനിയയ്ക്ക് ആദ്യം കൊടുക്കാൻ വിസമ്മതിച്ച അത്യാധുനിക ആയുധങ്ങളിൽ പലതും നൽകാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തു. അർമേനിയയെ കൂടുതൽ ശക്തമാക്കാൻ തുടങ്ങി. ഇതോടെ തുർക്കിയുടെ ചുറ്റിനും ഇന്ത്യൻ ആയുധങ്ങൾ തുർക്കിയെ ലക്ഷ്യമിട്ട് സ്ഥാപിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥയായി. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഭയം കൊണ്ട്
തുർക്കി ഇന്ത്യയുമായിട്ട് ഉള്ള സഹകരണത്തെക്കുറിച്ച് ഇപ്രകാരമൊക്കെ സംസാരിക്കുന്നത്. തുർക്കിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യ അർമേനിയയുമായി നടത്തുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ കരാറുകളാണ്. പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് അസർബൈജാനെ സൈനികമായി സഹായിച്ചാണ് അർമേനിയയെ പരാജയപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ ഇന്ത്യ അർമേനിയയ്ക്ക് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നൽകുകയും കൊങ്കൺ ആന്റി ടാങ്ക് മിസൈലുകൾ നൽകുകയും ചെയ്തു. അതിനു പിന്നാലെ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റവും സ്വാതി റഡാറുകളും കൈമാറി. തുർക്കിയുടെ അത്യാധുനിക ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ആകാശ് മിസൈൽ സംവിധാനങ്ങളും ചിലപ്പോൾ ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ ഇന്ത്യ നൽകാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് ഗ്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന സഖ്യമാണ്. മെഡിറ്ററേനിയൻ കടലിലെ ആധിപത്യത്തെ ചൊല്ലി തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഗ്രീസ്. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഗ്രീസിൽ പോയി സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയുടെ അത്യാധുനികമായ ആയുധങ്ങൾ ഗ്രീസിന് നൽകാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഗ്രീസിന് നൽകുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ബ്രഹ്മോസ് ഗ്രീസിന്റെ പക്കൽ എത്തിയാൽ ഏജിയൻ കടലിലും മെഡിറ്ററേനിയൻ കടലിലും തുർക്കി നാവികസേനയ്ക്ക് അത് വലിയ ഒരു ഭീഷണിയായിട്ട് മാറും. തുർക്കി സൈനികമായിട്ട് കയ്യേറി ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്ന രാജ്യമാണ് സൈപ്രസ്. ഇന്ത്യ എക്കാലത്തും സൈപ്രസിന്റെ പരമാധികാരത്തെ പിന്തുണച്ചിട്ടാണുള്ളത്. ഇന്ത്യ സൈപ്രസുമായിട്ട് പ്രതിരോധ സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചത് തുർക്കിക്ക് വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യ സൈപ്രസിനും അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറുകയാണെങ്കിൽ തുർക്കിയുടെ നിലനിൽപ്പിനെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. തുർക്കി എന്തുകൊണ്ട് ഇന്ത്യയെ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കൗണ്ടർ സ്ട്രാറ്റജിയാണ്. കാശ്മീർ വിഷയത്തില് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വളയാൻ നോക്കിയ തുർക്കിക്ക് സ്വന്തം അതിർത്തിക്കടുത്ത് ഗ്രീസിനെയും അർമേനിയയും സൈപ്രസിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ തിരിച്ചു പണി കൊടുത്തിരിക്കുകയാണ്. ഇതിനെ കൗണ്ടർ എൻസർക്കിൾമെന്റ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ യുദ്ധരംഗത്ത് ഫലപ്രദമാണ് എന്ന് ഇതിനോടകം തന്നെ ലോകം കണ്ടുകഴിഞ്ഞു, തെളിഞ്ഞു കഴിഞ്ഞു. ഇത് തുർക്കിയുടെ സൈനിക മേധാവിത്വത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളും ഇന്ത്യയും തമ്മിൽ അതിർത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ല, ചരിത്രപരമായി നോക്കിയാൽ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ സഹകരിക്കാൻ എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ മാത്രമല്ല സഹകരിക്കുന്നത്, വേറെയും രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ മാത്രം എന്തിനാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്? നമുക്ക് വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ പരസ്പരം സഹകരിച്ചുകൂടെ? ഞങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നല്ലോ, റഷ്യയുമായി സഹകരിക്കുന്നല്ലോ, അതുപോലെ ഇന്ത്യയുമായി സഹകരിക്കാനും തയ്യാറാണ്. ഇന്ത്യ കൂടി ഒന്ന് മനസ്സ് വയ്ക്കണം, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങൾ വെറുതെ നിങ്ങളുടെ വഴിക്കിനി വരില്ല എന്ന് തന്നെയാണ് തുർക്കി പറഞ്ഞത്. ചുരുക്കത്തിൽ പാകിസ്ഥാനെ സഹായിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നും തുർക്കിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചേരിയെ ശക്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുമുള്ള തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസം തുർക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല ബന്ധം വേണം എന്ന് തുർക്കി പറയുന്നത് ഈ ഒരു പ്രതിരോധ സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? ഇന്നത്തെ മാറിയ ഇന്ത്യയുടെ പ്രത്യേകതകളിൽ ഒന്നാണിത്. ശത്രുക്കളെ അവരുടെ മാളത്തിൽ കയറി അടിക്കും, അവരിയ്ക്കുന്നിടത്ത് പോയി പണിയും, അവസാനം അവർ നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമവും നടത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.